അന്നമ്മ മങ്കി ശരപ്പിതാ കുഞ്ഞുട്ടെ ഹായ് പറയും ഹായ് വെൽക്കം ടു മൈ ചാനൽ പറയും വെൽക്കം ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ പറയും ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കും ഉമ്മ അയ്യേ ഇത് ഉമ്മ നന്നായിട്ട് ഉമ്മ കൊടുക്കും ഉമ്മ ഹായ് പറ ഹായ് പറ അച്ചാച്ചൻ വന്ന് ഇപ്പൊ പോവാൻ തുടങ്ങി അലി ചേച്ചി പാവാന്ന് പറ വീഡിയോയാ നമ്മുടെ വീഡിയോ എടുക്ക അയ്യോ എന്ത് കൈ മാറ്റും ഇവിടുന്ന് കൈ മാറ്റും എന്നിട്ട് പറ ഹലോ ഗായ്സ് പറ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഹലോ ഗായ്സ് മോളാക്ക് കുറച്ച് താഴെയാക്ക് കുറച്ച് മുകളിലാക്ക് ഞാനൊരു മോളയാ നീ എന്റെ കാലിന്റെ കൊണ്ടേ നിന്നിട്ട് സാധനം കൊടുന്ന് ആരോ തലയില് ഒരു കൊരങ്ങൻ കേറിയായിരുന്നു കൈ വാന്താൻ വേണ്ടി അത് നിന്റെ കൊമ്പ് കാണിക്കാൻ വേണ്ടി അറിയതാടി എന്നെ കാണുന്നുണ്ടോ സാറാ അലിച്ചിട്ടാണുണ്ടോ ചേട്ടനെയോ കള്ളക്കളീന്റെ ആശാനാ ഇപ്പഴും കാണാൻ പറ്റൂല ചേരെന്തോരുണ്ട് സെൽഫി അത് ശരി അത് പൊട്ടിയ ബലൂണായിരുന്നു എനിക്ക് കോമ്പറ്റീഷൻ തന്നത് പിന്നെ ഞാൻ വലിച്ചെറിഞ്ഞ് ബലൂൺ എടുത്താണ് നീ എന്റെ സേറെന്ന് പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് ഞങ്ങള് വ്ലോഗ് ചെയ്യാം അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷം മമ്മി വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അബുദാബിയിലായിരുന്നു ഈ രണ്ട് കുട്ടികൾ. അപ്പം അവർ വന്നവരെ ആരെ കാണാൻ വന്നതാണ്. അതിനുശേഷം ജോറായിരുന്നു, അടിയും പിടിയും കച്ചറിയും കളികളായിരുന്നു. ഒരു ബലൂണുണ്ട്, ആ ബലൂണ് ആരാണ് ആദ്യം പിടിക്കുന്നതെന്നായിരുന്നു ഒരു കളി. അതിന് വേണ്ടിയിട്ട് നടന്ന സംഭവ വികാസങ്ങളാട്ടോ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊട്ട് പറയാൻ, ആ സംഭവം അടിപൊളിയായിരുന്നു. ഞാനും വരെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പം വന്നിട്ട് നേരെ അല്ലുവൊക്കെ ഇവർ കുറച്ച് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ അല്ലുവൊക്കെ ഓൾറെഡി കണ്ടാണ്. പിന്നെ ഞങ്ങൾ ബലൂൺ കുറിപ്പിക്കൽ കളിയിലോട്ട് വന്നതാണ്. അപ്പം സേറമ്മയ്ക്ക് ഫോൺ വേണം, സേറമ്മ ഫോൺ എടുത്തിട്ട് കളിക്കുന്നതൊക്കെയാണ് ഞാൻ കാണുന്നത്. അതിന് ശേഷം ഞങ്ങൾ എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ വേറെ അല്ലു കുറേ ഗെയിംസ് ആക്ച്വലി പറയുന്നുണ്ട്. എന്ത് ഗെയിമിലേക്ക് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, ബലൂൺ ഊതൽ, അതിനകത്ത് ബലൂൺ ഊതൽ ഉണ്ടായിരുന്നു സംഭവം. പക്ഷേ എൻ്റെ ബലൂൺ ഓട്ടുകളായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഊതി കുറേ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇവർ രണ്ടുപേരും ഊതിക്കഴിഞ്ഞു. അപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത് എൻ്റെ ബലൂൺ ഓട്ടിയാണെന്ന്. അപ്പം സേറ ക്ലോക്കൊക്കെ എടുത്തിട്ട് എന്നെ കാണിക്കാൻ എന്തോ സംഭവം വിചാരിച്ചിട്ട് സേറ ഭയങ്കര ഫുൾ എന്ന് പറയുക പവറായിരുന്നു. ഇതാട്ടോ സേറാമ്മ. ഞാൻ സേറാമ്മ എന്ന് വിളിക്കും, സേറ വിളിക്കും, സേറക്കുട്ടി എന്ന് വിളിക്കും. സേറ അടിപൊളിയാണ്, ലൈക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആണ്. ഇതൊക്കെ എന്താ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈക്ക്
കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഒരു വാട്ട് എ മെമ്മറബിൾ വാട്ട് എ സ്വീറ്റ് മെമ്മറി ആയിരിക്കും ഇത്. ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ഇറ്റ് ആൻഡ് ദിസ് ഈസ് വെരി നൈസ്. ഐ ഹോപ്പ് സോ. അലമ്പ് നിങ്ങൾ കാണുന്നതിനെ വിചാരിക്കുന്നുണ്ടാവും എന്തൊരു അലമ്പാണ് ഈ പിള്ളേരെല്ലാവരും കൂടെ കാണിക്കുന്നതെന്ന്. ആക്ച്വലി ഞാൻ എൻ്റെ വയസ്സിൽ നിന്ന് അവരുടെ ഏജിലോട്ട് ഇറങ്ങുകയാണ് അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ. ദാറ്റ് ഈസ് സോ നൈസ് ആക്ച്വലി. നമ്മളൊരു മെച്യൂർ ഫേസ് ആണെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ നിന്ന് കുറച്ചും കൂടെ ഇറങ്ങുമ്പോൾ ലൈക്ക് നമ്മൾ വേറൊരു ലോകത്തെത്തി വരെ. പ്രത്യേകിച്ച് എന്താ പറയുക, ഇനി 2 പേരും കൂടി കേട്ടോ, ലൈക്ക് ഗ്രീഷ്മ ചേച്ചിയും ആൻഡ് അജിത്. ഗ്രീഷ്മ ചേച്ചിയുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു, വ്ളോഗിൽ വരുന്നുണ്ട് പുള്ളിക്കാരി. ആൻഡ് അജിത്ത് ക്രൈം പാർട്ട്ണറാണ് ഇതിനകത്ത്. പുള്ളിക്കാരനെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഇത് രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോകുന്ന പരിപാടി കേട്ടോ, അത് കാണാം. Hello guys. We are vlogging. We are going somewhere else for eating. ഞാനാണോ വണ്ടി ഓടിച്ചത്? ഞാൻ ഉറങ്ങിയെന്ന് ഉറങ്ങാൻ പാടുണ്ടോ? അല്ല അങ്ങനെ യെസ് ഞാൻ ഓടിച്ചത്, അതാണ് താമസിച്ചത്. 90 ഇതൊക്കെ ഞാൻ ഒപ്പിച്ച് ഹായ് പറയും. ഇത് ആക്ച്വലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ഫാമിലി ഉണ്ട് ഇവിടെ. അമ്മേൻ്റെ റിലേറ്റീവ്സാണ് മൊത്തം. ഇത് അമ്മേൻ്റെ ചേച്ചി, അമ്മേൻ്റെ ബ്രദർ ആൻഡ് അമ്മേൻ്റെ അമ്മ, അങ്ങനെ 3 ഫാമിലീസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇറ്റ് വാസ് സോ മച്ച് നൈസ് ആണ് ടുഗെദർ ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ. ബാക്കി 2 സിസ്റ്റേഴ്സും കൂടി ഉണ്ട്, അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഒരു ഈവൻറ്റിൽ. ആൻഡ് ഇത് ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം എടുത്തൊരു ചെറിയൊരു വ്ളോഗാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീഷ്മ ചേച്ചി. ആൻഡ് പുള്ളിക്കാരീൻ്റെ ഹസ്ബൻഡുണ്ട് സിൻഡോ ചേട്ടൻ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പം നവദമ്പതികളാണ് ഇവർ കൂട്ടത്തിൽ. അപ്പോൾ പുള്ളിക്കാരെ കുറിച്ച് ചെയ്യാട്ടോ മൊബൈലിൽ ഇത് ക്യാമറ ആയിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ എന്തിനാ എൻ്റെ ശിവനെ, എൻ്റെ ദൈവമേ, ഞാനിങ്ങനെയൊക്കെ എടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ വെറുതെ ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോന്നും എനിക്ക് അറിയത്തില്ല. ഞാനങ്ങോട്ട് എടുക്കുകയാണ് ഒരു ഫ്ലോയിൽ. ഞാൻ വീഡിയോസ് ഇൻസ്റ്റയില് കാണാറുണ്ടല്ലോ, ട്രാവൽ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട്. ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഇത് അധികം എസ്മാളാണ് ഇടയ്ക്കലുള്ളത്. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ആൻഡ് അപ്പം ചെറിയ ചെറിയ പണികൾ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സംഭവങ്ങളായിരുന്നു നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭയങ്കര
ഭയങ്കര ചൊറപറ അങ്ങോട്ടായിരുന്നു. അപ്പോൾ സേറമ്മയുടെ പുറകെ ഞാനും വന്നു, സേറിൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറുകയാണ്. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഇത് ഓക്കത്തിക്കോടല്ലേ മൊബൈലല്ലേ? മൊബൈൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോട്ടോ എടുക്കാനുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തു തരാം. അലീ ചേച്ചി ഫോട്ടോ എടുത്തു തരാം. ശരിയെ കാണുന്നില്ല, ഒളിച്ചിരിക്കുകയാണോ? ആ so amazing. മമ്മി ഹായ് പറയ്. Hi guys, we are made in this school. Hey guys, ഇനി നമുക്ക് കുറച്ച് പുൽക്കൂട് ഉണ്ടാക്കിയാലോ? അപ്പം രാത്രിയായിട്ടോ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാനിരുന്നപ്പം ഞാൻ ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് ഒരു മഞ്ഞിൻ്റെ ഒക്കെ തീമിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ആക്ച്വലി കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള വേർഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം നടന്നില്ല. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അന്ന എനിക്ക് വീഡിയോ എടുത്തിരുന്നുണ്ട്. അതേപോലെ തന്നെ അവളോട് പറഞ്ഞ പണിയൊന്നും ചെയ്യത്തില്ല, എന്നാലും ഞങ്ങൾ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കായി. അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സംഭവം ഞാൻ ഉഷാറായിട്ട് ചെയ്യാൻ കൂടുന്നുണ്ട് കേട്ടോ. കുറേ അത്യാവശ്യം എനിക്ക് പണിയെടുത്തപ്പോൾ മനസ്സിലായൊരു സെറ്റപ്പും കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു 1.5 പണിയാണെന്ന്. അതേപോലെ തന്നെ കണ്ടില്ല, ആദ്യം ഞാൻ കോട്ടൺ ബോൾസ് ആയിരുന്നു എടുത്തത്. പിന്നെ മാറ്റി ഞാൻ വൈക്കോലിൽ ഇടാൻ വിചാരിച്ചു. മമ്മി പറ, മമ്മി ആന്നിട്ട് പറ. സ്കൂളിൽ പോകുമ്പോഴേ വെട്ടുകഷ്ണം കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ നൂലിങ്ങനെ വലിച്ച് ആ വയൽക്കോലും എങ്ങനെ കിട്ടാനാ? എന്നിട്ട് അതേലായിരുന്നു മമ്മീന്റെ കഥ അമ്മയ്ക്ക് അറിയോ? ഇത് ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം. പോവണ്ടേ എവിടുന്ന്? അതൊക്കെ മുകളിലിട്ടാ മതി. വൈക്കോല് നീ ആ പഞ്ഞിയുടെ മുകളിലാണോ വൈക്കോല് കൊണ്ടുപോയിട്ട്? ഞാൻ ഇങ്ങനെ പിടിച്ചില്ല. അമ്മ അറിഞ്ഞേ, അമ്മ അറിഞ്ഞു നിങ്ങളുടെ വീട്ടിലെ പുൽക്കൂടൊന്നും ഉണ്ടാക്കില്ലെന്ന്. നിങ്ങളെ പഴയ വീട്ടിൽ. അയ്യോ ഇല്ലേ? കണ്ടോ? ആരുണ്ടാക്കാത്തത്? അമ്മ ഉണ്ടാക്കാത്തീനി. ഇമോഷണൽ ഡാമേജ്. ഇവിടെ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് വേണം. പഞ്ഞിയാണ്. അമ്മ വാങ്ങിച്ചേ അവിടെ മാലാഖ അടി വേണ്ടേ? അതാ പറഞ്ഞത്. അത് മറ്റേ റിംഗ് ടോൺ ഇല്ലേ, മോളി അതിന് കുറച്ചിട്ടേക്ക് അതുകൊണ്ട് മമ്മിക്ക് കോൾ ചെയ്യുന്ന അറിയത്തില്ല. അതാ ശരിയാക്കി. ഞാൻ കണ്ട് സേറ സേറ 5 മിനിറ്റ് മമ്മി, 5 മിനിറ്റ് മമ്മി, ഇപ്പൊ തരാം മമ്മി എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ പാവുണ്ട്. ഇവിടൊക്കെ ഇല്ലേ നമ്മള് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും.
ഗായ്സ് ഫൈനലി പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രാത്രിയിലെ കഷ്ടപ്പാടിന് ശേഷം ഒന്നുമായില്ലായിരുന്നു. ആക്ച്വലി കോട്ടൺ ബോൾസ് ഇല്ലായിരുന്നു. അപ്പം ഷോർട്ടേജ് ഉണ്ടായിരുന്നു കുറച്ച് കാര്യത്തിൽ. അപ്പോൾ കോട്ടൺ ബോൾസ് ആയിരുന്നു മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രീൻ ഗ്രാസസ് അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മമ്മി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കുറച്ചെടുത്തിട്ട് വന്നു. അതിന് ശേഷം ഉണ്ടാക്കിയ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അടിപൊളിയായിട്ട് ഇല്ലെന്നറിയാം, പക്ഷേ എനിക്കത് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്, അതും ഒറ്റയ്ക്ക്. എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം ലൈറ്റൊക്കെ വെച്ചപ്പോൾ എനിക്ക് തന്നെ എന്നോട് കുറച്ചൊക്കെ ഇമ്പ്രഷൻ തോന്നി. കൊള്ളാം, ഇനി കൊള്ളില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് വന്നാൽ ഞാൻ അവരെ ഉണ്ടല്ലോ തമ്പുരാനാണ്. ഞാൻ തന്നെ എൻ്റെ പുൽക്കൂടിനടുത്ത് നിന്നിട്ട് മമ്മി രസമില്ലേ മമ്മി, അമ്മ രസമില്ലേ, നല്ല ഭംഗിയില്ലേ, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങോട്ട് മറിക്കുക. ലൈക്ക് ഫൈനൽ ലുക്ക് എനിക്കും ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട്, എന്ന എക്സ്ട്രീം അല്ലെങ്കിലും ഒരു ആവറേജ്. എനിക്കിത് സൂപ്പർ ആവറേജാണ് ആൻഡ് കാണുന്നവർക്കൊരു ആവറേജ് ആയിരിക്കും. ബട്ട് ഐ ഫീൽ നൈസ് ആൻഡ് എവരി വൺ അപ്രീഷിയേറ്റ്. എന്തുട്ടാവേ ഞാനിനി പറയാം, ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഞാനൊരു പുൽക്കൂട് ഉണ്ടാക്കി. അങ്ങനെ അതും കയറി. ഇനി അടുത്ത ക്രിസ്മസിന് വരുമ്പോൾ ഇതിലും മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി വരാൻ പോകുന്ന വർഷങ്ങളും ദിവസങ്ങളും സന്തോഷമായിരിക്കട്ടെ. ഓക്കെ.